ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ഓശാന ഞായറാഴ്ച. ഞങ്ങളെ രക്ഷിക്കണേ എന്ന ദൈവജനത്തിന്റെ ദൈവത്തോടുള്ള നിലവിളിയാണ് ഹോസാന. സങ്കീർത്തനം 118:25 നമ്മളത് വായിക്കുന്നുണ്ട്. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട്, അതിന് ആർപ്പ് വിളിച്ചുകൊണ്ട് വിശുദ്ധ വാരത്തിലേക്ക് ദൈവജനം പ്രവേശിക്കുകയാണ്. ക്രിസ്തുവിന്റെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള രാജകീയ പ്രവേശനമാണ് ഓശാന ഞായറാഴ്ച നമ്മൾ അനുസ്മരിക്കുന്നത്. ഈ രാജകീയ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ ഈശോ കഴുതപ്പുറത്ത് വരുന്നതിനെ കുറിച്ചും ഈശോയെ ദൈവജനം എതിരേൽക്കുന്നതിനെ കുറിച്ചും ആർപ്പുവിളികളെ കുറിച്ചും ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ വ്യക്തമായിട്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 3 വസ്തുക്കൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. 1 കഴുത, 2 വസ്ത്രം, 3 ഒലിവിൻ ശിഖരങ്ങൾ. ഇത് 3ആണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴുതയെ കുറിച്ച് നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ളതാണ്. സക്രിയ 9:9 അതിലാണ് ഈ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും മേൽ രാജാവ് എഴുന്നള്ളും എന്നൊക്കെ പറയുന്ന പഴയ നിയമ പ്രവചനം കിടക്കുന്നത്. നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള കാര്യമാണ്. കഴുത പുറത്തു വരുന്നു എന്ന് പറയുന്നത് എളിമയുടെ പ്രതീകമാണെന്നും, ഒപ്പം യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാവ് കുതിരപ്പുറത്താണ് വരുന്നത്, യുദ്ധം അവസാനിപ്പിക്കാൻ വരുന്ന രാജാവിന്റെ സൂചനയാണ് കഴുതപ്പുറത്ത് വരുന്നത്. അപ്പൊ സമാധാന രാജാവ് എളിമയോടുകൂടി കടന്നു വരുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിന്റെ അർത്ഥം വായിക്കുന്നത്. നമ്മളിവിടെ സുവിശേഷ ഭാഗത്ത് ഈ കഴുതയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഏതാനും ചില സൂചനകളുണ്ട്. അതിങ്ങനെയാണ്: ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ നിങ്ങൾ കാണും. സത്യത്തിൽ ഈ കഴുത നമ്മളോടുള്ളൊരു ആഹ്വാനമാണ്. നമ്മളിനി ഈ പ്രവേശിക്കാൻ പോകുന്ന വിശുദ്ധ വാരത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ കഴുതയും, അതുപോലെ തന്നെ വഴിയിൽ വിരിച്ച വസ്ത്രങ്ങളും, അതുപോലെ തന്നെ ഒലിവിൻ ശിഖരങ്ങളും. ഇപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കഴുതയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെ: ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ നിങ്ങൾ കാണും. അതിനെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ അത് നമ്മളുടെ ഹൃദയത്തിന്റെ ഇങ്ങനെ ഒഴിച്ചിട്ടിരിക്കുന്നൊരിടം ക്രിസ്തുവിന് വേണ്ടി ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുക. രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ്: അതിനെ കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരണം, കെട്ടിയിട്ടിരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ഒരു ക്രിസ്തുവിന് വേണ്ടി നമ്മളതിനെ പൂർണ്ണമായും അഴിച്ച് വിട്ടുകൊടുക്കുക. എന്നിട്ട് മൂന്നാമത് പറയുന്ന കാര്യം ഇതാണ്: അത് ചോദിക്കും, അതിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടെ കൊണ്ടുവന്നു ഇതിനെ എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് കഴുതയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തത്, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ നിങ്ങൾ കാണും. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം ഒരുക്കിയിടേണ്ട ഒരിടമുണ്ട് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട്. 2, അതിനെ അഴിച്ചുകൊണ്ട് വരണം, കെട്ടിയിട്ടിരിക്കണം, അതിനെ അഴിച്ചുകൊണ്ട് വരണം. അതായത് നമ്മൾ കുമ്പസാരത്തിലൂടെയൊക്കെ നമ്മളുടെ കെട്ടപ്പെട്ടിരിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും അഴിച്ച് സ്വതന്ത്രമാക്കണം. എന്തിനെന്നോ അതിന് കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ മാറുക. അപ്പോൾ ഈ ദിവസങ്ങളിലെ, ഇനിയുള്ള ദിവസങ്ങളിലെ ആത്മീയ യാത്ര, അതിന് ഈ 3 ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ക്രിസ്തുവിന് വേണ്ടി മാത്രം ഒരു സ്പേസ് വളരെ ഭംഗിയായി ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. 2, നമ്മൾ ഇനി എന്തിനെങ്കിലുമൊക്കെ കെട്ടിയിടപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമ്മളുടെ ഹൃദയത്തെ നമ്മൾ അഴിച്ചെടുക്കേണ്ടതുണ്ട്. 3, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, ക്രിസ്തുവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് 3 കാര്യങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇവിടെ ഇങ്ങനെ അഴിച്ചെടുത്ത കഴുതയെ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ മത്തായിയുടെ മർക്കൂസിന്റെ സുവിശേഷം പറയുന്നതനുസരിച്ചാണെങ്കിൽ അവൻ അതിന്മേൽ ഇരുന്നു എന്ന് പറയുന്ന ഒരു വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തു അതിന്മേൽ ഇരുന്നു. ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഇരുത്തി എന്നാണ് പറയുന്നത്. ക്രിസ്തുവിനെ ഇരുത്തി, ക്രിസ്തുവിനെ കുടിയിരുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ക്രിസ്തുവിനെ കുടിയിരുത്തുക. അപ്പൊ നമ്മളിങ്ങനെ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 3 കാര്യങ്ങൾ കഴുതയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുത, കെട്ടപ്പെട്ടിരിക്കുന്ന കഴുത, അതിനെ അഴിച്ചെടുക്കണം. 3, ആ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന ബോധ്യം ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈ 3 ബോധ്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് അതിനുമേൽ ക്രിസ്തു എന്ന സമാധാന രാജാവിനെ ഇരുത്തുക. എളിമയോടുകൂടി ക്രിസ്തുവിന്റെ സന്നിധിയിലായിരിക്കുകയും ഈ കാര്യങ്ങൾ
ക്രിസ്തുവിന്റെ കഴുതയാണ് ഞാനെന്ന ബോധ്യത്തിലായിരുന്നുകൊണ്ട് ക്രിസ്തു രാജാവിനെ നമുക്ക് നമ്മളിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്യണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ കഴുത. രണ്ടാമത് നമ്മൾ വസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 11-8 വാക്യത്തിൽ നമ്മൾ വളരെ ഏറെ പേർ തെരുവീതികളിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു എന്ന് പറയുന്ന ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതേ വാക്യത്തിൽ തന്നെയാണ് ഇങ്ങനെ വയലിൽ നിന്ന് മുറിച്ചെടുത്ത പച്ചില കൊമ്പുകളും അവർ വിരിച്ചു എന്ന് പറയുന്ന ഭാഗം നമ്മൾ വായിക്കുന്നത്. എന്താണെങ്കിൽ വസ്ത്രങ്ങൾ വിരിച്ചു എന്ന് പറയുന്ന ഭാഗം വായിക്കുമ്പോൾ സത്യത്തില് ഈ ഒരു വാക്യത്തില് 2 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ ഒന്നാമത് ഈ കഴുതപ്പുറത്ത് വന്നു എന്നൊക്കെ പറയുന്ന ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് 1 രാജാക്കന്മാർ 1:33 1 രാജാക്കന്മാർ 1:33 ഇതിന്റെ റെഫറൻസുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ 2 രാജാക്കന്മാർ 9:13 നമ്മൾ ഈ വസ്ത്രം വിരിച്ചതിനെ കുറിച്ച് യഹൂ എന്ന് പറയപ്പെടുന്ന രാജാവിനെ വാഴിക്കുന്ന സമയത്ത് വസ്ത്രങ്ങൾ വിരിച്ചവര് ആദരവ് സൂചിപ്പിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ 2 കാര്യങ്ങളാണ് ഈ വസ്ത്രം വിരിക്കുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്ന്, ഒരു പുതിയ രാജാവ് കടന്നു വരുമ്പോൾ ആ രാജാവിനെ ഞാൻ അംഗീകരിക്കുന്നുവെന്ന് ജനം പ്രഖ്യാപിക്കുന്നത് അവരുടെ വസ്ത്രം ഊരിയെടുത്ത് അല്ലെങ്കിൽ വസ്ത്രം വിരിച്ചിട്ടിട്ടാണ് അതിന് രാജാവിന് നടക്കാനായിട്ടുള്ളൊരു പാത ഒരുക്കിക്കൊണ്ടാണ് അവരത് പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് വ്യക്തിപരമായ സറണ്ടറിങ്, എ പേഴ്സണൽ സറണ്ടറിങ്. വ്യക്തിപരമായി ഞാൻ എൻ്റെ രാജാവിന് അടിയറവ് പറയുന്നു, അവന്റെ അധികാരത്തെ ഞാൻ അംഗീകരിക്കുന്നു, അവൻ എനിക്ക് മേൽ ഭരണം നടത്തട്ടെ, അവനാണ് എന്നെ നയിക്കേണ്ടത്, അവനാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. ഈ വ്യക്തിപരമായ അടിയറവിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ ക്രിസ്തു എന്ന രാജാവിന് മുമ്പിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തണമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വസ്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ മൂന്നാമത്തേലേക്ക് പോകുന്നു. മൂന്നാമത്തേത് ഒലിവ് ഇലയാണ്, ഒലിവിൻ ചില്ല. ഈ ഒലിവിൻ ചില്ല വീശുക, നമ്മുടെ നാട്ടിൽ ഒലിവിൻ ചില്ല കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുരുത്തോല ഉപയോഗിക്കുന്നു. ഒലിവിൻ ചില്ല എന്തിന്റെ പ്രതീകമാണ്? നമ്മൾ ഓർക്കണം, ഈ ഒലിവ് എന്ന് പറയപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ബൈബിളില്. പ്രത്യേകിച്ച് ഈശോയുടെ ഈ അവസാന സമയത്തേക്ക് വരുമ്പോൾ ഈ ഒലിവ് മലയിൽ നിന്നുമാണ് ഈ ബെഥാനിയ എന്നൊക്കെ പറയപ്പെടുന്ന സ്ഥലം, അത്തിയുടെ വീടെന്നൊക്കെയാണ് ഈ ബെത്ഫഗയുടെ അർത്ഥം. ബെത്ഫഗ ഒലിവ് മല. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും കെദ്രോൺ താഴ്വര, ഒലിവ് മല, ജെറുസലേം, ഇതെല്ലാം ഇങ്ങനെ ഒറ്റ പ്രദേശത്ത് നമ്മൾ കിടക്കുന്നത്. നമുക്ക് ഹോളിലായി പോയത് കാണാനായിട്ട് സാധിക്കും. ഒലിവ് മല, ഈ ഒലിവ് മലയിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ഒലിവ് മലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഒലിവിന്റെ പ്രത്യേകത? ഒലിവ് എണ്ണ, ഒലിവൻ തൈലം കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. അനോയിന്റിങ്, അഭിഷേകം ചെയ്യുന്ന ഒലിവൻ തൈലം കൊണ്ടാണ്. ഈ അഭിഷേകം ചെയ്യപ്പെടുന്നവനാണ് മിശിഹ, ദ അനോയിന്റഡ് വൺ, ക്രിസ്തോസ്, മെശിയ. മെഷിഹായും ക്രിസ്തു എന്ന ഗ്രീക്ക് വാക്കിന്റെയും മെഷിഹ എന്ന ഹെബ്രായ പദത്തിന്റെ അർത്ഥം അനോയിന്റഡ് വൺ ആണ്, അപ്പോയിന്റഡ്, അഭിഷേകം ചെയ്യപ്പെട്ടത്. ഈ അഭിഷേകത്തിന്റെ തൈലമാണ് ഒലിവ്. ഇപ്പൊ ഈ ഒലിവ് നമ്മൾ ബൈബിളിൽ ആദ്യം കാണുന്ന ഒലിവ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോഹയുമായിട്ട് ബന്ധപ്പെട്ട സംഭവത്തില് ഉൽപ്പത്തി പുസ്തകം 8-11 വാക്യത്തില് പ്രാവ് കൊത്തിക്കൊണ്ടുവരുന്ന ഒലിവിലയാണ്. അതായത് ദൈവം ശിക്ഷ അവസാനിപ്പിക്കുന്നു, രക്ഷയും കരുണയും ആരംഭിക്കുന്നു. അതിന്റെ പ്രതീകമാണ് ഒലിവില. ആ സമാധാനത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒലിവില കുത്തിയ പ്രാവിനെ. പക്ഷെ അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവം ശിക്ഷകൾ അവസാനിപ്പിക്കുന്നു, രക്ഷ കരുണയിലൂടെ തുടക്കം കുറിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഈ ഒലിവില. അത് ഈ അഭിഷേകം ചെയ്യപ്പെടുന്നവനിലൂടെയാണ് കടന്നു വരാനിരിക്കുന്നത്. കാലാകാലങ്ങളിൽ അഭിഷേകം ചെയ്യപ്പെടുന്ന രാജാക്കന്മാരും പുരോഹിതരും. പ്രവാചകന്മാരാണ് അഭിഷേകം ചെയ്യുന്നത്, രാജാക്കന്മാരും പുരോഹിതരും. ഈ രാജാവും പുരോഹിതനുമായവനാണ് അഭിഷേകം ചെയ്യപ്പെടുന്ന ദൈവപുത്രനായ ക്രിസ്തു. ഇപ്പൊ ഇവിടെ ഈ ക്രിസ്തുവിന്റെ കടന്നുവരവ് നമ്മൾ ഓർക്കണം, ഒലിവ് മലയിൽ നിന്നുമാണ് ഇത് ആരംഭിക്കുന്നത്, ഈ ഓശാന ആരംഭിക്കുന്നത്. ഈ ഒലിവ് മല. പിന്നെ നമ്മൾ ഒലിവ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഗെത്സമനി എന്ന വാക്കിന്റെ അർത്ഥം ഒലിവ് പ്രസ് എന്നാണ്, ഒലിവിൻ ചക്ക്. ആ ഒലിവിൻ ചക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒലിവ് കൊണ്ടുവന്ന് ആ ചക്കില് അമർത്തിയെടുത്താണ് ഒലിവെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒലിവൻ തൈലമാണ് അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഗെത്സമനിയിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ അതിനർത്ഥം അവിടുന്ന് ഒലിവൻ ചക്ക് തുടങ്ങുകയാണ്. അവിടുന്ന് ഈ അഭിഷേകം ചെയ്യപ്പെട്ടവനെ ഇങ്ങനെ അമർത്തി ഞെക്കിപ്പിഴിഞ്ഞവന്റെ അവനിൽ നിന്നും അഭിഷേക തൈലം പുറത്തേക്ക് വരുന്നു. ഒരു അർത്ഥം കൂടി നമുക്ക് കാണാൻ സാധിക്കും. 3 ടൈപ്പ് ഒലിവെണ്ണയുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വെർജിൻ ഒലിവ് ഓയിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏറ്റവും ശുദ്ധമായ. അപ്പോൾ ഒന്നാമത്തെ
ഒന്നാമത് ആ ചക്കൽ അമർത്തുമ്പോൾ കിട്ടുന്ന എണ്ണയാണ് സേക്രഡ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്, വിശുദ്ധ തൈലമായിട്ട് ഉപയോഗിക്കുന്നത് അഭിഷേകത്തിനൊക്കെ കിട്ടുള്ളത്. രണ്ടാമത് വീണ്ടും അത് പ്രസ് ചെയ്യുമ്പോൾ രണ്ടാമത് കിട്ടുന്ന തൈലമാണ് മെഡിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഔഷധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. മൂന്നാമത് വീണ്ടും അമർത്തുമ്പോൾ കിട്ടുന്ന അവസാനത്തെ തൈലമാണ് ഈ ലാമ്പ് ലൈറ്റ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഈ വിളക്ക് തെളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഇത് മൂന്നും ക്രിസ്തുവിലൂടെ കടന്നു വരുന്നു. അതായത് ക്രിസ്തുവിൽ നിന്നും ആദ്യം വിശുദ്ധീകരണം കടന്നു വരുന്നു, രണ്ടാമതായി നമുക്ക് ആശ്വാസവും സൗഖ്യവും നൽകപ്പെടുന്നു, മൂന്നാമതായി നമുക്ക് ബോധോദയം നൽകപ്പെടുന്നു, വെളിച്ചം നൽകപ്പെടുന്നു. ഈ മൂന്ന് കാര്യങ്ങളും നൽകാൻ കടന്നു വരുന്ന അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, അല്ലെ അഭിഷിക്തനാണ് ക്രിസ്തു എന്ന് പറയപ്പെടുന്നത്. അതാണ് ഈ ഒലിവ് മലയിൽ തുടങ്ങി ഗെത്സമനിൽ ഇതിലൂടെ കടന്നു പോകുന്ന ആ പീഡാസനമൊക്കെ നമ്മൾ ഓർപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മൾ വീണ്ടും ഓർക്കേണ്ട ഒരു കാര്യം, ഒലിവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയപ്പെടുന്നത്, ക്രിസ്തു നമുക്ക് നൽകുന്ന ഈ വലിയ അനുഗ്രഹങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഈ പറയുന്ന ഒലിവ് മല. ഈ ഒലിവ് മലയില് ജെറുസലേം ദേവാലയത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ അവിടെ കാണാൻ പറ്റും, അത് ഒരു ക്ലോസ്ഡ് ഡോർ ഉണ്ട്. അതിനെ വിളിക്കുന്നത് ഗോൾഡൻ ഗേറ്റ് എന്നാണ്, സുവർണ കവാടം. ഇത് ക്ലോസ്ഡ് ആണ്. ഇത് പിന്നീട് ഈ ഇസ്ലാം മതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇതിന് സൂചനകളുണ്ട്. ദൈവം കടന്നു വരുന്നതും അവിടെ കടന്നു പോകുന്നതും ഇതുവഴിയാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ഒലിവ് മലയിൽ നിന്ന് തന്നെയാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തു പോകുന്നത്. അപ്പം രക്ഷകൻ കടന്നു വരുന്നതും, രക്ഷകൻ ആ അവസാനത്തെ പ്രവൃത്തി ആരംഭിക്കുന്ന ഒലിവുമലയിൽ നിന്നുമാണ്, രക്ഷകൻ കടന്നു പോകുന്നതും ഒലിവുമലയിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ രക്ഷകന്റെ രണ്ടാം വരവും ഈ ഒലിവുമലയുമായി ബന്ധപ്പെട്ട് ആണ് എന്നാണ് വിശ്വാസം. യഹൂദ വിശ്വാസവും ക്രൈസ്തവ അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസത്തിലും ഒക്കെ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് മാറ്റിവെക്കാം. ഇവിടെ ഈ അനോയിന്റിങ് ഓയിൽ, ഈ ഒലിവ് ഓയിൽ എന്ന് പറയപ്പെടുന്ന സംഭവം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ദൈവം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തൽ എന്താണെന്ന് ചോദിച്ചാൽ, നോഹയുടെ പേടകം അടിഞ്ഞു കഴിഞ്ഞിട്ട് ആ പ്രാവ് ഒലിവില കൊത്തിക്കൊണ്ടു വന്നു. അതായത് ദൈവം ശിക്ഷ അവസാനിപ്പിച്ച് രക്ഷ ആരംഭിക്കുന്നു, കരുണ തുടങ്ങുന്നു. അത് കഴിയുമ്പോഴാണ് അവർ ആകാശത്ത് 7 നിറങ്ങളിലുള്ള മഴവില്ല് കാണുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്, ഇവിടെ ഈ ഒലിവിൻ ചില്ലകൾ വീശിക്കൊണ്ട് ദൈവജനം ക്രിസ്തു എന്ന അഭിഷക്തനെ, അഭിഷേകം ചെയ്യപ്പെട്ടവനെ അംഗീകരിക്കുമ്പോൾ, ക്രിസ്തുവായി അംഗീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ശിക്ഷ അവസാനിക്കുന്നു, രക്ഷ ആരംഭിക്കുന്നു, കരുണ ഒഴുകാൻ തുടങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ 7 നിറങ്ങളിലുള്ള മഴവില്ലിന് സമാനമായി 7 കൂദാശകൾ ക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്നു. അതിലൂടെ കരുണ കടന്നു വരാൻ പോകുന്നു. ഇതാണ് ഇവരുടെ ബോധ്യം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. കൃത്യമായിട്ടും ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഇതാണ്. കഴുത സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. വസ്ത്രം സൂചിപ്പിക്കുന്ന രീതിയിൽ അവനെ ക്രിസ്തുവായി അംഗീകരിച്ച് സമ്പൂർണമായ വ്യക്തിപരമായി അടിയറവ് പറഞ്ഞുകൊണ്ട് സമർപ്പണം നടത്തിക്കൊണ്ട് അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. 3, ഒലിവില സൂചിപ്പിക്കുന്ന ആ മനോഹരമായ പാഠങ്ങളിലൂടെ ക്രിസ്തു എനിക്ക് വേണ്ടി കടന്നു വരുന്ന അഭിഷേകം ചെയ്യപ്പെട്ട രക്ഷകനാണെന്ന ബോധ്യത്തിൽ അവനുമായിട്ട് ഇടപെടേണ്ടിയിരിക്കുന്നു. ആ ഇടപെടൽ കൂദാശകളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. വരുന്ന വിശുദ്ധവാരത്തിന് വേണ്ടിയുള്ള കൃത്യമായ ഒരുക്കത്തിന് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.